വാസ്തവത്തിൽ നാസയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രങ്ങളെക്കുറിച്ചൊരു ഗവേഷണം പ്രോജക്റ്റ് നടക്കുകയുണ്ടായി. പക്ഷേ അവർക്ക് അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ക്ഷമിക്കണം, ഒരു നീച ഉപമ കൊണ്ടുവരികയാണ്. നായയ്ക്ക് മുഴുവൻ തെങ്ങി കിട്ടിയ പോലെ എന്ന് പറയാം. പട്ടിക്ക് മുഴുവൻ തെങ്ങി കിട്ടിയാൽ അതിന് കളിക്കാന്നല്ലാതെ കണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കുടിക്കാനോ അതിൻ്റെ തേങ്ങാപ്പൂള് തന്നാനോ നായിക്ക് പറ്റില്ല. പക്ഷേ അവർ ഈ വെസ്റ്റേൺ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് വേദമന്ത്രങ്ങളെ സമീപിച്ചാൽ അത് തുറക്കാൻ പറ്റില്ല. ഋഷിമാർ ഏത് വിധാനം വെച്ചിട്ടുണ്ടോ ആ വിധാനത്തിലേക്ക് അവർ വരണം. ഹെർമാൻ ഹെസ്സ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്നും ഉപനിഷത്തുകളും പുരാണങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കസിൻ ഫ്രാൻസിൽ ഒരു പാതിരിയായിരുന്നു, ഒരു ഫാദറായിരുന്നു. അങ്ങയുടെ ഹെൽപ്പ് കൊണ്ടാണ് കൂടുതലൊക്കെ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രാഫിയിൽ പറയുന്നുണ്ട് ഹെർമാൻ ഹെസ്സ്. പക്ഷേ രാമകൃഷ്ണ പരമഹംസരുടെയും വിവേകാനന്ദൻ്റെയും കാലത്ത് ജീവിച്ചിരുന്ന ഹെസ്സ് എന്തുകൊണ്ട് ഭാരതത്തിൽ വന്നില്ല? ഗുരുവിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാമായിരുന്നു, വന്നില്ല. അതാണ് യൂറോപ്യൻ സ്പിരിറ്റ്, ഇൻഡിപെൻഡന്റ്. ഞാൻ ആരുടെയും മുൻപിൽ തലകുനിക്കില്ല എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ്. പക്ഷെ അതുകൊണ്ട് എന്തായി, അദ്ദേഹത്തിൻ്റെ കസിൻ പറയുന്നുണ്ട്, യു ഹാവ് സക്സീഡഡ് സൈക്കോളജിക്കലി in bringing out the truths, but realization is far away എന്ന് പറയുന്നുണ്ട്. കാരണം ഹെർമാൻ ഹെസ്സിന് ഫസ്റ്റ് പാർട്ട് ഓഫ് സിദ്ധാർത്ഥ എഴുതിയതിന് ശേഷം ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു പിടിപാടുണ്ടായിരുന്നില്ല. എന്നിട്ടാണ് അങ്ങനെ കസിൻ്റെ അടുത്ത് പോയിട്ട് ചർച്ച ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ദറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ട്രൂത്ത് എന്നുള്ള നിലയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ സ്പിരിച്വൽ റിയലൈസേഷൻ എന്നുള്ള കാര്യം വരുന്നില്ല. അതാണ് ഞാൻ എൻ്റെ തീസിസിൽ കൊണ്ടുവന്നത്. മെറ്റാഫിസിക്കൽ കമ്മ്യൂണിക്കബിലിറ്റി, ഹൗ ഫാർ ഹെർമാൻ ഹാസ് സക്സീഡഡ്, എവിടെ അങ്ങേര് വീഴുന്നു, എവിടെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊരു അപഗ്രഥനമായിരുന്നു എൻ്റെ തീസിസ്. സോ പറഞ്ഞു വരുന്നത്, വേദമന്ത്രങ്ങളെ സമീപിക്കേണ്ടത് ഋഷിമാരുടെ സമീപനത്തെ അനുസരിച്ച് ആയിരിക്കണം, വിദേശീയരുടെ സമീപനം അനുസരിച്ചാകരുത്. നമ്മൾ ഇപ്പം ഹെർമാൻ ഹെസ്സയും ജർമ്മൻ ഇതെല്ലാം നമ്മൾ പരാമർശ കൂട്ടത്തിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ജർമ്മൻ ലിംഗ്വിസ്റ്റുകൾ പലതും അവരിങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ട് ഏറ്റവും ഒടുവിൽ പാണിനിയും വായിച്ചിട്ട് പറഞ്ഞത്, പാണിനിയും എന്ന് പറഞ്ഞ ബുക്കിന്റെ ഫുട് നോട്ട് മാത്രമേ ആവുന്നുള്ളൂ ഇതുവരെ കണ്ടെത്തി എല്ലാ റിസർച്ചുകളും ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയേറെ പ്രഘോഷിക്കപ്പെടുന്ന ഒരു സംസ്കാരം, ഒരു സംസ്കൃതിയാണ് നമ്മുടേത്. അത് ഇനിയും എത്ര നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാലും കൂടുതൽ അകത്തേക്ക് പോകാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങോട്ട് ഞാൻ ചോദിക്കുന്ന ഇന്നലത്തെ സംഭാഷണത്തിൻ്റെ ഇടയിൽ നമുക്ക് കേട്ട ഒരു കൗതുകരമായ ഒരു വാക്കുണ്ട്. അപ്പോൾ HRD നമുക്ക് എല്ലാവർക്കും അറിയാം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. പക്ഷേ അങ്ങ് ഇപ്പോൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് SRD, സ്പിരിച്വൽ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു പദ്ധതിയെ കുറിച്ച് ഒന്ന് പറയാമോ? ഇത് വാസ്തവത്തിൽ എൻ്റെ സംസ്കൃതം തീസിസിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 5ാമത്തെ അധ്യായത്തിലാണ് ഈ സംഭവം പെട്ടെന്ന് ഫ്ലാഷായിട്ട് വരുന്നത്. HRD എന്നുള്ളത് പൂർണ്ണമല്ല എന്ന് മനസ്സിൽ വന്നു. എന്തുകൊണ്ട് പൂർണ്ണമല്ല? കാരണം HRD കൈകാര്യം ചെയ്യുന്നത് ഉൽപ്പന്നങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന വിധാനങ്ങളെയുമാണ്. പക്ഷേ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നവൻ? ആ പെർഫോമറെ കുറിച്ച് ഒന്നും വരുന്നില്ല, പ്രോഡക്റ്റ് ആൻഡ് പെർഫോമൻസിനെ കുറിച്ചേ വരുന്നുള്ളൂ. പക്ഷേ അത് ഭാരതീയ പശ്ചാത്തലത്തിൽ യോഗശാസ്ത്രവും തന്ത്രശാസ്ത്രവും എടുത്തു നോക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് പെർഫോമർ ആയിരുന്നു. അപ്പോൾ ഹൂ ഈസ് ദ പെർഫോമർ? പെർഫോമറുടെ കോർ എന്താണ്? അപ്പോൾ കോർ എബിലിറ്റീസ് ഓഫ് ദ പെർഫോമർ എന്താണെന്ന് ചോദിച്ചാൽ ആത്മഗുണങ്ങളാണെന്ന് ന്യായശാസ്ത്രം പറയും. നമ്മൾ ഈ സ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നില്ലേ, അത് വാസ്തവത്തിൽ അബദ്ധമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹം കഴിക്കാൻ പുറപ്പെടുന്ന ഒരു പുരുഷനും സ്ത്രീയും അവർ അമ്മയായിട്ടും അച്ഛനായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരിൽ ഉറങ്ങിക്കിടക്കുന്ന പിതൃത്വവും മാതൃത്വവും അവരിൽ വിവാഹം എന്ന സംസ്കാരത്തിലൂടെ അതിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനാവാൻ പ്രാക്ടീസ് ചെയ്യുക, അച്ഛനാവുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് തെറ്റാണ്, ഒരു അബദ്ധമാണത്. അപ്പോൾ പിതൃത്വം എന്നുള്ളത് ഉണരുകയാണ്, മാതൃത്വം ഉണരുകയാണ്. ഇതുപോലെ ഒരു പെർഫോമറിലുള്ള എബിലിറ്റീസ് എന്താണ് ഉള്ളത് അത് കണ്ടെത്താനായിട്ട് പ്രോഡക്റ്റിനെയും പെർഫോമൻസിനെയും സ്റ്റഡി ചെയ്തുകൊണ്ടായില്ല. അതെ. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ സാഹിത്യത്തിൽ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ആ ഒരു മൃഗത്തിന് മാതൃഭാവം ഉണർന്നു. അതെ. അപ്പൊ അങ്ങ് പറഞ്ഞത് തന്നെയാണ്, പക്ഷെ അവര് അത് ഓർക്കാതെയാണ് പറയുന്നത്. അപ്പൊ ഇത് ഉള്ളിലുണ്ട്, ഉണർന്നു എന്നൊക്കെ പറയുകയാണ്. വാസ്തവത്തിൽ ഈ HRDക്ക്
യോഗ തന്ത്ര ബേസ് കൊടുത്ത് സ്പിരിച്വൽ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നുള്ള അപ്ഗ്രഡേഷൻ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എൻ്റെ പരാമർശം. അത് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രസൻറ്റേഷൻ ആയിരുന്നു. ഫസ്റ്റ് യോഗ കോൺഫറൻസ്, നമ്മൾ യോഗ ദിനാചരണം എന്നുള്ളത് ഫസ്റ്റ് യോഗ ഡേ ഡിക്ലെയർ ചെയ്തപ്പോൾ 2015 അതിന് മുമ്പ് തന്നെ ഈ കോൺഫറൻസ് അവിടെ നടക്കുകയുണ്ടായി. അതിൽ ഞാൻ ഇതിനെ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. നല്ല രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടു. അപ്പോഴത്തെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, അന്നത്തെ HRD മിനിസ്റ്ററായിരുന്ന സ്മൃതി ഇറാനിക്ക് എൻ്റെ ഗവേഷണത്തെക്കുറിച്ച് അയക്കുകയുണ്ടായി. പക്ഷേ ആ സാഗരത്തിൽ പോയി അത് വീണ് കാണും. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അതിൻ്റെ സമയം വരണമല്ലോ. അപ്പം അങ്ങനെ ഈ HRDയെ കോൺസെപ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് SRD ചേർത്ത് കൊണ്ടുവന്നാൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, പ്രയോജനം? എല്ലാ തലങ്ങളിലേക്കും നമുക്കത് വ്യാപിപ്പിക്കാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ഫീൽഡ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഫീൽഡ് ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ഫീൽഡ് ആയിക്കോട്ടെ, എന്തിന് ഡിഫൻസ് വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഈ SRDയിൽ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് നമുക്ക് ഡിഫൻസിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള വിഷയമാണ്. അത് പ്രചാരത്തിലേക്ക് വരേണ്ട കാര്യമല്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളൊരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന പ്രക്രിയ സാധാരണക്കാരന് അറിയുന്ന രീതിയിൽ തുറന്നു വെക്കില്ലല്ലോ. അപ്പം അതിൻ്റെ രഹസ്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. ഡിഫൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് അങ്ങ് ഈ അസ്ത്രങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ധനുർവേദം, അതെ അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ അസ്ത്രങ്ങൾ യഥാർത്ഥത്തില് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സംഗതികളല്ല, അതിന് മറ്റൊരു മാനമുണ്ടെന്നങ്ങ് പറഞ്ഞായിരുന്നു. അതൊന്ന് ചുരുക്കി പറയാമെങ്കിൽ അസ്ത്രം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി റെലവൻറ്റ് മീനിങ് എന്നുള്ളത് വേദമന്ത്രങ്ങൾക്ക് സാധ്യത ഉള്ളതാണ്. ആ സാധ്യതകളെ കണ്ടെത്തിയിട്ട് അതിനെ ആദ്യം സാധൂകരിക്കണം. ഫസ്റ്റ് ഈസ് കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ, ദെൻ കോൺസെപ്റ്റ് വെരിഫിക്കേഷൻ, പിന്നെ വാലിഡേഷൻ, പിന്നെ റിസർച്ച് ഡിസൈൻ, പ്രോട്ടോടൈപ്പ്. ഈ നിലയിൽ നമ്മളിതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പം അതിൽ അസ്ത്രങ്ങളെന്ന് പറയുമ്പോൾ അത് ഇൻ്റലിജൻറ്റ് ഡയറക്റ്റഡ് എനർജി വെപ്പണാണ്. ഇൻ്റലിജൻറ്റ് എനർജിയാണ്. ആ ഇൻ്റലിജൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ അത് സ്വയം വ്യവഹരിക്കാൻ ശേഷിയുള്ളതാണ്. മാത്രമല്ല ഈ അസ്ത്രം വിടുന്നതിന് മുമ്പ് മന്ത്രം ജപിച്ചിട്ടാണല്ലോ, ഒരു പ്രത്യേക മന്ത്രം, അതിൻ്റെതായ മന്ത്രം ജപിച്ചിട്ടാണ് അത് വിടുന്നത്. അങ്ങ് പറഞ്ഞത് 100% കറക്റ്റാണ്. വാസ്തവം. ആക്ച്വലി ഈ വില്ലും അമ്പിൻ്റെയും ആവശ്യം വരുന്നില്ല. അത് ഉപയോഗിക്കുന്നുണ്ട്, അതിനെയും മാധ്യമമാക്കാം എന്നല്ലാതെ വാസ്തവത്തിൽ ഈ അസ്ത്രത്തിൻ്റെ രൂപീകരണവും അതിൻ്റെ പ്രയോഗവുമൊക്കെ സൂക്ഷ്മ ശരീര തലത്തിലാണ്. അത് അതിദൈവികമാണ്. അത് അധ്യാത്മമായിട്ട് കണക്റ്റഡ് ആവുന്നത് ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടാണ്. അപ്പോൾ ഈ അധ്യാത്മം എന്നുള്ളത് സ്പിരിച്വൽ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞല്ലോ, അതിദൈവം സ്പിരിച്വൽ എക്സ്പാൻസുമാണ്. ഇത് രണ്ടിൻ്റെയും സംയോജനത്തിൻ്റെ രഹസ്യങ്ങൾ ഋഷിമാർ അത് ഒതുക്കി അടക്കി വെച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ആകണമെങ്കിൽ അതിൻ്റെ അർഹത നമ്മൾ സമ്പാദിക്കണം. അതിപ്പം പരമശിവൻ തന്നെ പാശുപതാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്, നിർമ്മിച്ചു കൊടുത്തു എന്നല്ല, ഉപദേശിക്കുകയാണ്. അത് അനുഗ്രഹം കൊണ്ട് അർജുനനിലേക്ക് സമാവേശിക്കപ്പെടുകയാണ്. ഈ സമാവേശിക്കപ്പെട്ട അസ്ത്രം എവിടെ എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള വിവേകമില്ലെങ്കിൽ അത് ഒരിക്കൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പിന്നെ അത് അടഞ്ഞു പോകും. അതുകൊണ്ടാണ് കർണന് ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നത്, അടഞ്ഞുപോയി. കാരണം പരശുരാമന്റെ ശാപമായിരുന്നു. അപ്പോൾ ഈ ശാപം എന്നുള്ളത് ശബ്ദശക്തിയാണ്, അനുഗ്രഹവും ശബ്ദശക്തിയാണ്. നേരത്തെ പറഞ്ഞ റെസൊണൻസുകളാണ് ആണ്. അത് വാസ്തവത്തിൽ ഒരു മഹാസാഗരമാണ്. ഇപ്പോൾ സംഗീതശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രമാണെന്ന് പറയുന്നത് പോലെ 4 ഉപവേദങ്ങൾ, ഇപ്പോൾ ആയുർവേദം, ധനുർവേദം, സ്ഥാപത്യവേദം, ഗന്ധർവവേദം, ഈ 4 ഉപവേദങ്ങളും കോൺഷ്യസ്നസ് ടെക്നോളജിയാണ്. ഈ കോൺഷ്യസ്നസ് ടെക്നോളജി ആണെന്ന് പറയാൻ കാരണം ചൈതന്യമാണ് അതിൻ്റെയൊക്കെ ആധാരം. ചൈതന്യ വിന്യാസങ്ങളാണ്, ചൈതന്യത്തിൻ്റെ വിസ്താരമാണ്. ഈ ചൈതന്യ വിസ്താരം എങ്ങനെയൊക്കെയാണ് മനോരഞ്ജകമായിട്ടുള്ളത് എന്ന് സംഗീതശാസ്ത്രമാണ്. ആയുധമായിട്ടുള്ളത് എങ്ങനെയാണ് എന്നാണ് ധനുർവേദം പറയുന്നത്. അതിന് വാസയോഗ്യമാക്കുന്നത് എങ്ങനെയാണ് അതാണ് വാസ്തുശാസ്ത്രം, സ്ഥാപത്യവേദം പറയുന്നത്. ഇങ്ങനെ ഓരോ ഉപവേദത്തിനും അതിൻ്റേതായിട്ടുള്ള തലമുണ്ട്, അതിൻ്റേതായിട്ടുള്ള വ്യാഖ്യാന ശൈലിയുണ്ട്, അതിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങൾ ഉപദേശമായി തന്നെ വരണം.
അത് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ശ്രദ്ധാഭക്തി ധ്യാന യോഗാത് അവൈഹി, ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളിലൂടെ ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ശ്രദ്ധാവാൻ ലഭതാ ജ്ഞാനം എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധയെ നമ്മൾ ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു അന്യായമായിട്ടുള്ള ട്രാൻസ്ലേഷൻ. നമ്മുടെ ഈ ശാന്തി എന്നുള്ളതിന് പീസ് 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 എന്നാണ് പറയുന്നത്. അത് പീസ് ആവാം, അങ്ങനെയാവാം. അപ്പം അതുകൊണ്ട് ഈ HRD എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്ഗ്രഡേഷൻ എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചൊക്കെ എത്തപ്പെടേണ്ട സ്ഥലത്തേക്ക് വിഷയങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള കൂടിക്കാഴ്ചകളും അതിൻ്റെ പ്രോട്ടോടൈപ്പ്, ഇപ്പോൾ ഉദാഹരണത്തിന് സംഗീതശാസ്ത്രമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ധനുർവേദമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പുരുഷ സൂക്തത്തിൽ നിന്നും വിദ്യുത്ത് ഉത്പാദിപ്പിക്കുന്ന യന്ത്രത്തിൻ്റെ പ്രോട്ടോടൈപ്പ് സതീഷ് ചന്ദ്ര അദ്ദേഹം ഉണ്ടാക്കി സൂക്ഷിച്ചില്ല. കാരണം അത് കളവ് പോകും എന്നുള്ള അദ്ദേഹത്തിന് അറിയുമായിരുന്നു. പക്ഷെ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോജക്റ്റ്. അതുപോലെ നമുക്ക് ആൽക്കമിയും ഇവിടെ ഉണ്ടായിരുന്ന സംഗതികളല്ലേ, ഏതെങ്കിലും ഒരു സാധനം വെച്ചുണ്ടാക്കിയിട്ട് അതിനെ ഉടൻ തന്നെ ആറ്റമിക് നമ്പേഴ്സ് മാറ്റിയിട്ട് അതിനെ ഗോൾഡാക്കുകയോ മറ്റു സാധനങ്ങളൊക്കെ മാറ്റുന്ന വിദ്യ. തീർച്ചയായിട്ടും. പക്ഷെ അത് പറയുന്നത്ര എളുപ്പമല്ല, പറയുന്നത്ര തമാശയല്ല. ഒരുപാട് അതിൻ്റെ ഉള്ളിലേക്ക്. മൈസൂരിൽ അഗസ്ത്യ റിസർച്ച് ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനമുണ്ട്. ഞാനവിടെ വാല്യൂഷന് പോയിരുന്ന കാലത്ത് നടക്കാൻ പോകുമ്പോൾ കാലത്ത് ഈ ബോർഡ് കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി, ആ വീടാണ്, പഴയ വീടാണ്. അപ്പോൾ അവിടെയുള്ള ആളെ കണ്ടു, വർത്തമാനം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ആളെവിളികൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിൽ എനിക്ക് ശ്രദ്ധയുണ്ട്, ആസക്തിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഇരുത്തി വർത്തമാനം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം 14 തലമുറകൾ മൈസൂർ രാജാവിൻ്റെ രാജവൈദ്യന്മാരായിരുന്നു. ഈ കക്ഷി മാത്രം ഒരു ഓട്ടോമൊബൈൽ ഗ്യാരേജിൽ വർക്ക് ചെയ്ത് സമ്പാദിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉൾവിളി, മുത്തച്ഛന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്താണെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഗ്രന്ഥങ്ങളെടുത്ത് പഠിക്കാനും, പിന്നെ തമിഴ്നാട്ടിലെ ഒരു സിദ്ധൻ്റെ അനുഗ്രഹം കിട്ടി. ഇപ്പം അദ്ദേഹം വൈദ്യനാണ്. അപ്പം അങ്ങനെ പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛന്മാരുടെ കാലത്ത് വടയാർ ഫാമിലിയിലെ ഔഷധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഉണക്കമുള കൊണ്ടുവന്ന് നാട്ടി, അതുകൊണ്ടാണ് പന്തലുണ്ടാക്കലും ഒക്കെയുള്ള ഔഷധ തയ്യാറിപ്പ്. ഈ ഉണക്കമുള ഒരു മണ്ഡലകാലം 45 ദിവസം ഈ ഒരു ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ മുളയ്ക്ക് ജീവനും ഒന്ന് പൊടിച്ചു തുടങ്ങും അത്രേ. ഇത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ ജീവനില്ലാത്ത ഒരു ചെടിക്ക്, ഒരു ഉണക്ക മരത്തിന് ജീവൻ കൊടുക്കാനുള്ള ശേഷി ഈ പ്രോസസ്സിലുണ്ടെങ്കിൽ മറ്റു പലതും നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. പെൻഡിങ് ഡിസ്കവറി എന്ന് പറയില്ലേ, അതങ്ങനെ സാധ്യത ഉണ്ടെന്ന് സമ്മതിക്കാം, അത് കാണുമ്പോൾ വിശ്വസിക്കാം എന്ന് പറയുന്നത് പോലെ. നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഇവിടെ ശാസ്ത്ര അന്ധതയാണ്. കാരണം എനിക്ക് കുറച്ച് ശാസ്ത്രം അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങ് പറഞ്ഞാൽ കറക്റ്റാണ്. പെൻഡിങ് ഡിസ്കവറി എന്ന് പറയുന്നല്ലേ, പെൻഡിങ് റിസർച്ച്. അതെ, തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് തന്നെ പോകാനായിട്ട് അതിനുള്ള എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ചെന്നാൽ മാത്രം മതി. സാധ്യതയെ സമ്മതിക്കാം, തീർച്ചയായും സാധൂകരിക്കണമെന്നില്ല, സമ്മതിക്കാം. പിന്നെ അന്വേഷണം കൊണ്ട് അതിൻ്റെ സാധുതയോ അസാധുതയോ നമ്മൾ തെളിയിക്കേണ്ടതാണ്. അത് അനുഭവ ആധാരത്തിലായിരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഗവേഷണ ശൈലിയിൽ ഒരു മാറ്റം വരുത്തേണ്ടത് അനുഭവാധാരിതമായിട്ടുള്ള ഗവേഷണം എന്നുള്ളതാണ്. ഋഷിമാരങ്ങനെയായിരുന്നു. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ഒരു ആശ്ചര്യകരമായിട്ടുള്ളൊരു ചോദ്യം, രോഗനിർണയം, രോഗത്തിന് ഇതാണ് ഔഷധം എന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലല്ല അവർ കണ്ടെത്തിയത്. ഓരോ ആയുർവേദ ഗ്രന്ഥത്തിലും ആദ്യം എലിക്ക് മരുന്ന് കൊടുക്കുക, പിന്നെ മുയലിന് കൊടുക്കുക, പിന്നെ കുരങ്ങിന് കൊടുക്കുക, പിന്നെ ടെസ്റ്റിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടിയേ ഇല്ല. കാരണം അവിടെ ഹിംസയാണല്ലോ നടക്കുന്നത്. കാരണം ഇവിടെ എല്ലാ ജീവനും ഒന്നാണെന്ന് ഒരിക്കലും വേറൊരു ജീവിയെ ഹിംസിക്കലില്ല. അപ്പൊ ഇവരെങ്ങനെ മരുന്ന് കണ്ടെത്തി എന്നുള്ളത് വലിയൊരു ചോദ്യം. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി, നമുക്ക് ഈ ഭക്ഷണ യോഗ്യമായ സാധനങ്ങളാണ് ആരൊക്കെയോ ഹാൻഡ് പിക്ക് ചെയ്ത് മസാല കൂട്ടുകൾ ഉണ്ടാക്കി അതിന്റെ പ്രത്യേകമായ രുചി ഭേദങ്ങൾ ഉണ്ടാക്കി നമുക്ക് തന്നതാണ്. നമ്മളത് കിട്ടുമായിരുന്നു. പക്ഷെ എങ്കിലും ആദ്യമായിട്ട് ആരുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലേ, അത് യോഗദൃഷ്ടിയാണ്. ഈ യോഗദൃഷ്ടി എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തമിഴ്നാട്ടിൽ ആനക്കട്ടി എന്നൊരു
ബോർഡറുണ്ട്, കോയമ്പത്തൂർ കഴിഞ്ഞ് ആനക്കെട്ടി. ആ ബോർഡറിലൊരു കാട്ടിൽ ഒരു ആശ്രമത്തിൽ പോയിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾ എന്നെ കറങ്ങാൻ കൊണ്ടുപോകുമ്പോൾ ആനകളൊക്കെ വന്ന് വേലിയൊക്കെ നശിപ്പിക്കുന്ന കൂട്ടത്തിലാണ് അവിടെ ആശ്രമത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഒരു മരത്തിൽ ഒരു അണ്ണാരക്കണ്ണിന് മുകളിലൊരു പഴം തിന്നുന്നുണ്ടായിരുന്നു. പരിചയമില്ലാത്ത മഴയാണ്. ആ അണ്ണാൻ തിന്ന പഴം താഴ്ത്തു വീണു. അത് ഞാൻ എടുത്തിട്ട് ഞാൻ നേരെ വയലിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ രുചി എന്താണ്? അപ്പോൾ ഇങ്ങനെ ചോദിക്കായിരുന്നു, ഹേയ് അത് വിഷാണെങ്കിലോ? അണ്ണാൻ ചത്ത് വീണിരിക്കും. ഓ, അണ്ണാൻ തിന്നാമെങ്കിൽ എനിക്കും തിന്നാം. ആ ധൈര്യത്തോടുകൂടി അതിന് രുചി നോക്കും. നല്ല രുചിയുള്ള സാധനമാണ്. മാത്രമല്ല നമ്മുടെ ഈ ചുറ്റാലുള്ള ജീവജാലങ്ങളൊക്കെ തന്നെ ഇപ്പൊ നായ്ക്കള് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവര് പറമ്പിലേക്ക് പോയിട്ട് ഒരു പ്രത്യേകമായ സാധനം പുല്ല്, അപ്പൊ അവരുടെ ഉള്ളിൽ ഈ ബോധമുണ്ട്. മനുഷ്യൻ എവിടെയോ വെച്ചത് വിട്ടുപോയി. അപ്പം അങ്ങനെ ഈ ഋഷിമാര് അഗസ്ത്യ മഹർഷിയുടെ സിദ്ധവൈദ്യ സമ്പ്രദായത്തിൽ അതിനെപ്പറ്റി ഞാൻ ഒരു റിസർച്ച് പ്രോജക്റ്റ് ഗൈഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സൈക്കോബോട്ടണി, ഹ്യൂമൻ മൈൻഡ് ആൻഡ് പ്ലാന്റ് ഇന്ററാക്ഷൻ, അതാണ് അതിന്റെ വിഷയം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഏതോ ഒരു രാജ്യത്തിലെ ശാസ്ത്രജ്ഞർ അത് കണ്ടെത്തി കഴിഞ്ഞു. ഇത് ഭയങ്കര ശബ്ദത്തിൽ നിലവിളിക്കുന്നതാണ് ഈ ചെടികളെല്ലാം. നമ്മൾ അതിനെ മുറിവേൽപ്പിക്കുമ്പോഴത്തേക്കും പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും വലിയ ഫ്രീക്വൻസി അവരുണ്ടാക്കുന്നു. ജെസി ബോസ് ആദ്യമേ അതിനെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആധാരത്തിൽ ഒരു നോർവീജിയൻ റിസർച്ചറാണ് ഈ സൈക്കോബോട്ടണി എന്നുള്ള ശബ്ദം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ ഇട്ടിരുന്നതാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അതിനെടുത്ത് ഞാൻ മനസ്സിൽ അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ട് പോകുമ്പോൾ അഗസ്ത്യ മഹർഷി ഓർമ്മ വന്നു, സിദ്ധ സമ്പ്രദായം ഓർമ്മ വന്നു. അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് ചെടികൾ പറയുമത്രേ, ഞാൻ ഇന്ന സീസണിലുള്ള ഇതാണ് ഔഷധമാണ്, ഇന്ന രോഗങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്യുന്ന ഇതാണ് ഗുണങ്ങളാണെന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് സിദ്ധസമ്പ്രദായത്തിലുള്ളത്. അത് സാധ്യത സത്യമാണ് എന്ന് പറയാം. അതുപോലെ എവിടെയോ വായിച്ചിട്ടുണ്ട്. പിന്നെ അതായത് ഒരു സ്ഥലത്ത് ഒരു പുതിയൊരു രോഗം പൊട്ടിമുളയ്ക്കുമ്പോൾ ആ പ്രകൃതിയിൽ എവിടെയെങ്കിലും പുതിയൊരു ചെടിയും കൂടെ ജനിക്കുമെന്നാണ്. അതിന് വേണ്ട കൃത്യമായിട്ട്. പക്ഷെ നമ്മളതിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇതുപോലെ തന്നെ ആയുർവേദ സൂത്രം എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു, എൻ്റെ പഴയ ഗ്രന്ഥം ഉണ്ടായിരുന്നു. അത് പോയി വെച്ചോളൂ. കാരണം ഗ്രന്ഥമാർക്കും കൊടുക്കല്ലേ, ദേവേന്ദ്രൻ വന്നിരക്കിലും കൊടുത്താൽ പിന്നെ കിട്ടിയില്ല, കാലം ചെലിയിൽ മറന്നിടുന്ന അങ്ങനെ പോയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണിത്. ഈ ആയുർവേദ സൂത്രത്തിൽ പറയുന്ന 4 തരം വൈദ്യന്മാരുടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ABCD എന്ന് പറയാം. A ഗ്രേഡ് വൈദ്യൻ ആരാണെന്നതിൽ പറയുന്നുണ്ട്. ദർശനമാത്രേണ രോഗനിർണയ സമർത്ഥ, രോഗിയെ കണ്ടിട്ട് രോഗനിർണയം ചെയ്യാൻ കെൽപ്പുള്ളതാണ് A ഗ്രേഡ്. അത് ആ ഭിഷഗ്വരനാണ് ശ്രേഷ്ഠൻ. B ഗ്രേഡ് ദർശന സ്പർശനം, പൾസ് നോക്കുക, സ്പർശനം, നാഡി നോക്കിയിട്ട് പറയുക, പിത്തവാദപിത്തകവങ്ങളുടെ പ്രകോപങ്ങൾ മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കുക, അത് B ഗ്രേഡാണ്. ഈ C ഗ്രേഡ് ദർശന സ്പർശന സംഭാഷണം. നിങ്ങൾ ഇന്നലെ എന്താ കഴിച്ച്, മുത്തച്ഛൻ എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നു, ഈ സംഭാഷണം ഉണ്ടല്ലോ, ഇതാണ് ദർശന സ്പർശന സംഭാഷണം. C ഗ്രേഡാണ്. ഇനി D ഗ്രേഡ് ഏതാണെന്ന് ആലോചിച്ചോളൂ. ആധുനിക ഡോക്ടർമാരൊക്കെ D ഗ്രേഡ് ആയിരിക്കണം. കാരണം ദർശന സ്പർശന സംഭാഷണം പോരാ, രക്തമൂത്ര മല പരീക്ഷ ആദി ഇത് ചെയ്യുന്നവരാണ് D ഗ്രേഡ് എന്ന് പറയുന്നത്. ഒക്കെ കഴിഞ്ഞിട്ട് ലോകം ഇല്ലെന്ന് പറയുമ്പോൾ 20,000 ബില്ല് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സാധാരണ തലവേദനയാണ്, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയണമെങ്കിൽ ഇത്രയും ടെസ്റ്റുകൾ നടത്തിയിട്ട് വേണം. കാണുന്ന ഡോക്ടർമാർ എന്തായാലും അതിനെ പറഞ്ഞത് പോസിറ്റീവ് അർത്ഥത്തിൽ എടുക്കണം. കാരണം നമ്മളങ്ങനെ വി ആർ മെയ്ഡ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ആയുർവേദത്തിന്റെ ശ്രേഷ്ഠത 10-22 കൊല്ലം മുമ്പ് UK ആയുർവേദ ഇസ് നോട്ട് എ സയൻസ് എന്ന് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം അവർ ഏതാണ്ട് 10-12-16 കൊല്ലങ്ങൾക്ക് ശേഷം ഡൽഹിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് പഞ്ചകർമ്മം പഠിക്കാൻ അവിടുന്ന് ഡോക്ടർമാരെ ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. മാത്രമല്ല ഡേവിഡ് ഫ്രവെല്ലി പോലുള്ള ആൾക്കാർ, ഫ്ലോളി അദ്ദേഹം വന്ന പുസ്തകങ്ങൾ എഴുതി, ഹിഡൻ ട്രൂത്ത്സ് ഓഫ് ആയുർവേദ എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങൾ വരെ എഴുതി. വാമദേവ ശാസ്ത്രി എന്നുള്ള പേരിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. അദ്ദേഹം തന്ത്രയെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. കുറച്ച് വിസ്ഡം ഗോഡസസ്, ദശമഹാവിദ്യമാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ മൂലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കിട്ടാവുന്നത് സമുദ്രതീരത്ത് ഓടിക്കളിച്ചാൽ കക്കയെ കിട്ടുള്ളൂ. ആഴത്തിലേക്ക് പോയാൽ രത്നാകരമാണ്. അവിടെ കിട്ടുന്ന രത്നങ്ങൾ എന്താണെന്ന് നമുക്ക് ആ ആഴത്തിലേക്ക് പോയാലേ മനസ്സിലാവുള്ളൂ. അതുപോലെയാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ. ഒരു ശ്ലോകം ഓർമ്മ വരികയാണ്, അനന്തശാസ്ത്രം
അനന്തങ്ങളാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. ബഹുവേദിതവ്യം, ഒരുപാട് അറിയേണ്ടതുണ്ട്. അല്പശ്ച കാലോ, നമ്മുടെ ജീവിത അളവ് അല്പമാണ്. അല്പശ്ച കാലോ, അതിലുപരിയായിട്ട് ബഹവശ്ച വിഘ്നാഹ, ഒരുപാട് വിഘ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ഷണവും അതിനുവേണ്ടി നമ്മൾ സാധന ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഗ്രേറ്റ് മെസ്സേജ് ആണ്. എന്തായാലും നമ്മൾ ആ ഒരു ടോക്ക് തൽക്കാലം നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടി ഞാനിങ്ങനെ ആലോചിക്കണം. എവിടെ ഇത് നമുക്കൊന്ന് പോസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങ് സംഭവിച്ചതാണ്. കാരണം ഇതിപ്പോൾ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് കയറിയൊരു അവസ്ഥയാണ്. കാരണം അങ്ങ് ഏറ്റവും ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഏറ്റവും സമഗ്രമായിട്ടും ആധികാരികമായിട്ടും സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ പറയുന്ന ആ ഒരു യുക്തി നമുക്ക് എടുക്കാം. കാലം വളരെ ചെറുതാണ്. അപ്പോൾ കിട്ടുന്ന സമയം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് പോകാം. നമ്മളിപ്പോൾ ഏത് അവസ്ഥയിൽ ഏത് വസ്ത്രം ധരിച്ചിരുന്നാലും ഒരു യാത്രയാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം തന്നെ അടുത്തൊരു യാത്രയ്ക്ക് നമുക്ക് മുതൽക്കൂട്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം മരണമെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി മാത്രമാണ്. നേരത്തെ പറഞ്ഞ ദ്രഷ്ടാവ് അകത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനം മാത്രമേ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇതിന് ആകസ്മികത എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഇതൊരു നിയോഗമാണ്. അപ്പോൾ അങ്ങയെ കാണാനും പരിചയപ്പെടാനും അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ്. ധാരാളം കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാനുണ്ട്. എന്തായാലും ഇത്രയും വലിയ കാര്യങ്ങൾ ചുരുക്കിയ സമയം കൊണ്ട് പറഞ്ഞു തന്നാൽ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിലുള്ള നന്ദിയും കടപ്പാടും പറയുകയാണ്. വീണ്ടും നമ്മൾ കാണും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംവദിക്കാം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും മുരുകഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഇനിയും സമാഗമങ്ങൾ ഉണ്ടാകട്ടെ, വിനിമയങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. താങ്ക് യു.